തൻ്റെ ചുറ്റുമുള്ള മനുഷ്യജീവിതങ്ങളെ ഭാവനയിൽ ചാലിച്ചെഴുതി വായനക്കാരെ ആകർഷിച്ച കഥാകൃത്താണ് ഒ. ഹെൻറി എന്ന വില്യം സിഡ്നി പോർട്ടർ. ഹൃദയത്തെ അഗാധമായി സ്പർശിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കഥയാണ് അവസാനത്തെ ഇല. ഒരു ഗ്രാമത്തിൽ ചെറിയൊരു ഫ്ലാറ്റിലെ കുടുസുമുറിയിൽ കഴിയുകയാണ് ചിത്രകാരികളായ ജോൺസിയും സ്യൂവും. നാട് മുഴുവൻ ന്യൂമോണിയ ബാധിക്കുന്ന സമയമായിരുന്നു അത്. ന്യൂമോണിയയ്ക്ക് മനുഷ്യഭാവം നൽകിയാണ് കഥാകൃത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യരെ പോലെ ശ്വാസം വലിക്കുകയും നടക്കുകയും തൊടുകയും വീഴ്ത്തുകയും എല്ലാം ചെയ്യുന്ന ഒരു അദൃശ്യൻ. അനുവാദം ചോദിക്കാതെ പല വീടുകളിലേക്കും കടന്നു ചെന്ന ന്യൂമോണിയ ജോൺസിയെയും ബാധിക്കുന്നു. പരിശോധിക്കാൻ വന്ന ഡോക്ടർ അവളിനി രക്ഷപ്പെടാൻ 10% സാധ്യതയുള്ളൂ എന്ന് വിധിയും കൽപ്പിച്ചു. ആ 10% സാധ്യത തന്നെ പ്രവർത്തനക്ഷമമാകണമെങ്കിൽ ജീവിക്കണം എന്ന ആഗ്രഹവും ജീവിതത്തോടുള്ള അഭിനിവേശവും അവളിൽ ഉണ്ടാകണം എന്നും. തങ്ങളിൽ വിശ്വാസം അർപ്പിക്കാതെ ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ നിരാശരാകുകയും മരണത്തെ മുന്നിൽ കാണുകയും ചെയ്യുന്നതിലുള്ള ദേഷ്യം ഡോക്ടർക്കുണ്ട്. ജോൺസി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ എന്ന ഡോക്ടറുടെ ചോദ്യത്തിന് എന്നെങ്കിലും നേപ്പിൾസ് ഉൾക്കടൽ പെയിന്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു എന്നതിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് സ്യൂ മറുപടി നൽകുന്നു. അതുകൊണ്ട് വലിയ കാര്യമില്ലെന്നും തന്നാൽ കഴിയുന്നത് എല്ലാം ചെയ്യാമെന്നുമുള്ള ഡോക്ടറുടെ മറുപടി സ്യൂവിന് ആശ്വാസം പകരുന്നില്ല. അവൾ കരഞ്ഞു തളരുന്നു. ജോൺസി ജനാലയ്ക്ക് പുറത്തു നോക്കി എന്തോ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. സ്യൂ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു ഉണങ്ങിയതും വരണ്ടതുമായ മുറ്റം മാത്രമാണ് കണ്ടത്. ദൂരെയായി ഒഴിഞ്ഞ ഇഷ്ടിക ചുമരും അതിന്മേൽ പടർന്നു കയറിയ വേരുകളും തണ്ടുകളും ദ്രവിച്ച ഒരു വള്ളിച്ചെടിയും കാണപ്പെട്ടു. ഗ്രീഷ്മത്തിലെ തണുത്ത കാറ്റ് അതിൻ്റെ ഇലകളെയെല്ലാം കൊഴിച്ചു കളഞ്ഞിരുന്നതിനാൽ അതിൻ്റെ അവസാനത്തെ ശാഖകൾ മാത്രം പൊട്ടി വീഴാറായ ചുമരിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ആ വള്ളിച്ചെടിയിലെ ഇലകളാണ് ജോൺസി എണ്ണിക്കൊണ്ടിരുന്നത്. ഇനി അതിൽ 3 ഇലകൾ കൂടിയേ ഉള്ളൂ. അതിലെ അവസാനത്തെ ഇല കൊഴിയുമ്പോഴേക്കും എൻ്റെ ജീവിതവും അവസാനിച്ചിരിക്കും, ജോൺസി പറഞ്ഞു. ശരിക്കും രോഗം അവളുടെ മനസ്സിനെയാണ് ബാധിച്ചിരുന്നത്. വിഷാദവതിയായ ജോൺസി മരണം കാത്തുകിടന്നു. ജീവിക്കുമെന്ന ഒരു പ്രതീക്ഷയും അവൾക്കുണ്ടായിരുന്നില്ല. ഇലകളെല്ലാം ഒന്നൊഴിയാതെ കൊഴിയുമ്പോൾ താൻ മരിക്കുമെന്ന് ജോൺസി ഉറപ്പിച്ചു. ഒരുതരം അന്ധവിശ്വാസം. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കരുതെന്ന് സ്യൂ അവളോട് ആവശ്യപ്പെട്ടു. സ്യൂവിന് ഒരു ചിത്രം വരയ്ക്കാനുണ്ടായിരുന്നു. അതിന് വെളിച്ചം വേണ്ടതിനാൽ ജന്നൽ അടയ്ക്കാനും പറ്റില്ല. ജോൺസി ആ ഇലകൾ എണ്ണിക്കൊണ്ടിരിക്കുന്നതും സ്യൂവിന് സഹിക്കാൻ കഴിയുന്നില്ല. ജോൺസി ആണെങ്കിൽ തൻ്റെ മരണം അടുത്തെത്തി എന്ന ഉറപ്പിച്ച രീതിയിലാണ് പെരുമാറുന്നത്. എല്ലാറ്റിനുമോടുള്ള ബന്ധം വിട്ട് ആ പാവപ്പെട്ട ക്ഷീണിച്ച ഇലകളിലൊന്നിനെ പോലെ എനിക്ക് താഴോട്ട് പറന്നു പോകണം, അവൾ പറഞ്ഞു. സ്യൂ വരയ്ക്കാൻ പോകുന്നത് ഒരു വയസ്സൻ ഖനി തൊഴിലാളിയുടെ ചിത്രമാണ്. അതിന് മോഡലായി കണ്ടിരിക്കുന്നത് ബർമാൻ എന്ന വൃദ്ധനെയാണ്. ജോൺസിയും സ്യൂവും താമസിക്കുന്ന മുറിയുടെ നേരെ താഴെയാണ് ബർമാൻ താമസിക്കുന്നത്. ഒരു വിരൂപനായ വൃദ്ധനായി ചിത്രീകരിക്കപ്പെടുന്ന ബർമാൻ തൻ്റെ ജീവിതം മുഴുവൻ ഒരു മാസ്റ്റർ പീസ് ചിത്രം വരയ്ക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അയാൾക്കതൊരിക്കലും സാധിച്ചില്ല. തൻ്റെ കലാപ്രതിഭയെക്കുറിച്ച് അതിശയോക്തികളോടെ സംസാരിക്കുന്ന ബർമാൻ വാസ്തവത്തിൽ ഒരു പരാജയമായിരുന്നു. ഉപജീവനത്തിനായി മോഡലായി ജോലി ചെയ്തിരുന്ന അയാൾ തൻ്റെ കലാജീവിതം ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വലിയ നിരാശയിലായിരുന്നു. മദ്യപാനത്തിനും അടിമയായിരുന്നു അയാൾ. കലഹപ്രിയനും മുരടനുമായ അയാൾ ചിത്രകാരികളായ ആ പെൺകുട്ടികളെ ഒരു പിതാവിനെ പോലെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. ജോൺസിയുടെ അസുഖത്തെക്കുറിച്ചും വിചിത്രമായ വിശ്വാസത്തെക്കുറിച്ചും സ്യൂ അയാളോട് പറഞ്ഞു. ഇക്കാര്യം അറിഞ്ഞ ബർമാൻ വല്ലാതെ കോപിക്കുകയും ദുഃഖിക്കുകയും ചെയ്തു. അയാൾ ജോൺസിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. വള്ളിച്ചെടിയുടെ ഇലകളും ജോൺസിയുടെ ജീവനും തമ്മിൽ എന്ത് ബന്ധം? എല്ലാം അവളുടെ തോന്നലാണ്, അയാൾ പറഞ്ഞു. സ്യൂവിനെയും അയാൾ കുറ്റപ്പെടുത്തി.
ദേഷ്യവും സങ്കടവും മൂലം മോഡലാവാൻ താനില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞെങ്കിലും അയാൾ സ്യൂവിനോടൊപ്പം മുകളിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന അവർ ഭീതിയോടെ ആ വള്ളിച്ചെടിയെ നോക്കി. അതിൽ ഒരു ഇല മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. പരസ്പരം ഒന്നും മിണ്ടാൻ കഴിയാതെ അവർ ചിത്രരചനയിലേക്ക് കടക്കുന്നു. നീലയുടുപ്പണിഞ്ഞ ഖനിത്തൊഴിലാളിയായ സന്യാസിയായി ബർമാൻ ഇരുന്നു. പിറ്റേന്ന് രാവിലെ ഉറക്കമുണർന്ന ഉടനെ ജനാല തുറക്കാൻ ജോൺസി ആവശ്യപ്പെട്ടു. അവസാനത്തെ ഇല കൊഴിഞ്ഞോ എന്നവൾക്ക് നോക്കണമായിരുന്നു. പക്ഷേ ശക്തമായ കാറ്റും മഴയും അടിച്ചിട്ടും ആ അവസാനത്തെ ഇല അവിടെ തന്നെ ഉണ്ടായിരുന്നു. മഞ്ഞ നിറം വീഴാറായെങ്കിലും അത് വള്ളിയിൽ ധൈര്യമായി തൂങ്ങി നിൽപ്പുണ്ടായിരുന്നു. ജോൺസി അത്ഭുതപ്പെട്ടു. ആ ഇല വീണുപോയിട്ടുണ്ടാവും എന്നാണ് അവൾ വിചാരിച്ചിരുന്നത്. എങ്കിലും അവൾക്ക് പ്രതീക്ഷയൊന്നും തോന്നിയില്ല. ഇന്ന് എന്തായാലും ആ ഇല വീഴുമെന്നും താൻ മരിക്കുമെന്നും അവൾ പറഞ്ഞു. പിറ്റേന്നും നേരമെടുത്തപ്പോൾ തന്നെ കർട്ടൻ തുറക്കാൻ അവൾ വാശി പിടിച്ചു. അത്ഭുതമെന്നോണം ആ ഇല അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതോടെ ജോൺസിയിൽ പ്രതീക്ഷ ഉണർന്നു. തന്റെ വിശ്വാസങ്ങളും ചിന്തകളും തെറ്റായിരുന്നു എന്നും മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പാപമാണെന്നും സ്യൂവിനോട് അവൾ പറയുന്നു. അവൾ ഭക്ഷണം കഴിക്കാനും കണ്ണാടിയിൽ മുഖം നോക്കാനും കട്ടിൽ എഴുന്നേറ്റിരിക്കാനും ഒക്കെ തുടങ്ങി. അന്ന് ഡോക്ടർ വന്നപ്പോൾ സന്തോഷമുള്ള ഒരു കാര്യം സ്യൂവിനോട് പറഞ്ഞു. ജോൺസിയുടെ ആരോഗ്യം മെച്ചപ്പെട്ടു തുടങ്ങി എന്നും നന്നായി ശുശ്രൂഷിച്ചാൽ അവൾ രക്ഷപ്പെടുമെന്നും ഡോക്ടർ പറഞ്ഞു. അതോടൊപ്പം ബർമാന് ന്യൂമോണിയ ബാധിച്ചുവെന്നും രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്നുമുള്ള ദുഃഖവാർത്തയും ഡോക്ടർ പറഞ്ഞു. അടുത്ത ദിവസം ഡോക്ടർ വീണ്ടും വന്നു. ജോൺസി അപകടനില തരണം ചെയ്തുവെന്ന് അയാൾ അവരെ അറിയിച്ചു. ജോൺസി ഏറെ സന്തോഷത്തോടെ കട്ടലിൽ കിടക്കുമ്പോഴാണ് സ്യൂ ചില കാര്യങ്ങൾ അവളോട് തുറന്നു പറയുന്നത്. സ്യൂ പറഞ്ഞു, ബർമാൻ മരിച്ചു, ന്യൂമോണിയ ബാധിച്ച്. അസുഖം തുടങ്ങി അല്പനാളെ ആയോളൂ. ആദ്യത്തെ ദിവസം രാവിലെ അസഹ്യമായ വേദനയോടെ തന്റെ മുറിയിൽ അദ്ദേഹം കിടക്കുന്നത് കാവൽക്കാരൻ കണ്ടു. അയാളുടെ വസ്ത്രങ്ങൾ നനഞ്ഞിരുന്നു. കാറ്റും മഴയുമുള്ള രാത്രിയിൽ ബ്രഷും ചായങ്ങളുമായി അയാൾ എന്തോ വരയ്ക്കാൻ പുറത്തു പോയതായിരുന്നു. ജോൺസിക്ക് ഒന്നും മനസ്സിലായില്ല. സ്യൂ അവളോട് ജനലിലൂടെ പുറത്തേക്ക് നോക്കാൻ പറഞ്ഞു. അവസാനത്തെ ഇല അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് സത്യത്തിൽ ഇലയുടെ ഒരു ചിത്രം മാത്രമായിരുന്നു. അവസാനത്തെ യഥാർത്ഥ ഇല കൊഴിഞ്ഞുപോയിരുന്നു. പെരുമഴയുള്ള ആ രാത്രിയിൽ മിസ്റ്റർ ബർമാൻ ആ മതിലിന്മേൽ തന്റെ മാസ്റ്റർ പീസ് വരച്ചു വെച്ചു. ഒരിക്കലും കൊഴിയാത്ത അവസാനത്തെ ഇല. രോഗഗ്രസ്തയായ പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ബർമാൻ എന്ന കലാകാരൻ തന്റെ പ്രതിഭയെ മാത്രമല്ല ജീവൻ തന്നെയാണ് സമർപ്പിച്ചത്.